നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈഴവ മെമ്മോറിയൽ. എന്താണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ? ഈഴവർക്ക് നേരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 13,176 ഈഴവർ ഒപ്പിട്ട് 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച മഹാനിവേദനമാണ് ഈഴവ മെമ്മോറിയൽ അഥവാ ഈഴവ മെമ്മോറിയൽ ഹർജി എന്നറിയപ്പെടുന്നത്. ഈഴവർക്ക് നേരെയുള്ള അവഗണന അവസാനിപ്പിക്കാൻ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന് കൊടുത്ത ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ ഹർജി. സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ട സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു. സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ 3. സമർപ്പിക്കപ്പെട്ട രാജാവ് ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബയ്യർ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്. രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176. സമർപ്പിക്കുമ്പോൾ ദിവാൻ ശങ്കര സുബയ്യർ. ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിന്. ആരാണ് നേതൃത്വം നൽകിയത്? ഡോക്ടർ പൽപ്പു. അവർണ സമുദായക്കാർക്ക് ആരാധിക്കുന്നതിനായി നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഏത് നദിയിൽ നിന്നുള്ള ഒറ്റശിലയാണ് ഈ ശിവപ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ഒറ്റശില. അവർണര കുട്ടികൾക്കായി ഒരു പള്ളിക്കൂടവും ഗുരു ഇവിടെ സ്ഥാപിച്ചു. ഇന്ന് നമ്മൾ നോക്കിയത് ഈഴവ മെമ്മോറിയലാണ്. ഈഴവർക്ക് നേരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 13,176 ഈഴവർ ഒപ്പിട്ട് 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച മഹാനിവേദനമാണ് ഈഴവ മെമ്മോറിയൽ അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയൽ ഹർജി എന്നറിയപ്പെടുന്നത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.